Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കാര്യങ്ങൾ മെല്ലെ സാധാരണ നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചീത്തയാക്കല്ലേ അല്ലെങ്കിൽ കേടാക്കല്ലേ. കാര്യങ്ങൾ മെല്ലെ സാധാരണ നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചീത്തയാക്കല്ലേ അല്ലെങ്കിൽ കേടാക്കല്ലേ. Things are slowly getting back to normal. Don't spoil it. Things are slowly getting back to normal. Don't spoil it. Spoil എന്ന് പറഞ്ഞാൽ കേടാക്കുക അല്ലെങ്കിൽ ചീത്തയാക്കുക. അപ്പോ things are slowly getting back to normal. Getting back to normal. Normal എന്ന് പറഞ്ഞാൽ സാധാരണ നില. അപ്പോൾ ഗെറ്റിംഗ് ബാക്ക് സാധാരണ നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്സ് ആർ സ്ലോലി മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചീത്തയാക്കല്ലേ എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മോശമാണ്, കൂടുതൽ വഷളാക്കേണ്ട. കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മോശമാണ്, കൂടുതൽ വഷളാക്കേണ്ട. Matters are already bad. Don't make it worse. Matters പറഞ്ഞാൽ കാര്യങ്ങൾ are already bad. Already ഇപ്പോൾ തന്നെ ബാഡ് ആണ്, അതായത് മോശമാണ്. Don't make it worse. വേഴ്സ് എന്ന് പറഞ്ഞാൽ അതിമോശം അല്ലെങ്കിൽ വളരെ വഷളായ. ഓക്കെ, സോ വെരി വെരി ബാഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ് വേഴ്സ് എന്ന വാക്കിന്റെ മീനിങ്. അപ്പോ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഓൾറെഡി ബാഡ് ആണ്. ഡോണ്ട് മേക്ക് ഇറ്റ് വേഴ്സ്. ഇത് ഒരു കടമയ്ക്ക് വേണ്ടി ചെയ്യരുത്. ഇത് ഒരു കടമയ്ക്ക് വേണ്ടി ചെയ്യരുത്. അതായത് നിങ്ങൾ ആത്മാർത്ഥമായി ഇത് ചെയ്യണം, അല്ലാതെ വെറുതെ ഒരു കടമ ചെയ്തു തീർക്കുന്ന പോലെ ചെയ്യരുത് എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് ഡു ദിസ് ഫോർ ദ സേക്ക് ഓഫ് ഡ്യൂട്ടി. ഡോണ്ട് ഡു ദിസ് ഫോർ ദ സേക്ക് ഓഫ് ഡ്യൂട്ടി. സേക്ക് SAKE എന്നതിന്റെ അർത്ഥം ഒരു കാര്യത്തിന് വേണ്ടി, ഒന്നിനു വേണ്ടി വേറൊന്ന് ചെയ്യുക. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് മണി, പൈസയ്ക്ക് വേണ്ടി ചെയ്യുക. ഫോർ ദ സേക്ക് ഓഫ് ലവ്, ലവിന് വേണ്ടി ചെയ്യുക. ഡോണ്ട് ഡു ദിസ് ഫോർ ദ സേക്ക് ഓഫ് ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കടമ. കടമയ്ക്ക് വേണ്ടി ഡോണ്ട് ഡു ദിസ്, ഇത് ചെയ്യരുത്. ഈ സേക്ക് ഓഫ് ഡ്യൂട്ടി എന്നതിനെ നമുക്ക് ഡോണ്ട് ഡു ദിസ് ഫോർ ഡ്യൂട്ടീസ് സേക്ക് അങ്ങനെയും പറയാം. സേക്ക് ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് സേക്ക്. നീ ഈ അവസരം മുഴുവനായും മുതലെടുക്കണം. നീ ഈ അവസരം മുഴുവനായും മുതലെടുക്കണം. യു ഷുഡ് ടേക്ക് ഫുൾ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. യു ഷുഡ് ടേക്ക് ഫുൾ അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രയോജനം, ഗുണം, നേട്ടം, എക്സെട്ര. ടേക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവസരം മുതലെടുക്കുക അല്ലെങ്കിൽ മുതലാക്കുക. വേറെ വല്ലവരും ചെയ്യുന്നതിന് മുൻപേ അത് ചെയ്യണം. വേറെ വല്ലവരും ചെയ്യുന്നതിന് മുൻപേ അത് ചെയ്യണം. ഡു ഇറ്റ് ബിഫോർ സമൺ എൽസ് ഡസ്. ഡു ഇറ്റ് ബിഫോർ സമൺ എൽസ് ഡസ്. ഇവിടെ ഡു ഇറ്റ് ബിഫോർ സമൺ എൽസ് എന്ന് പറഞ്ഞാൽ ബിഫോർ സമൺ എൽസ്, വേറെ ആരെങ്കിലും മുൻപ്. ഈ സെന്റൻസിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബിഫോർ സമൺ എൽസ് ഡസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിഫോർ സമൺ എൽസ് ഡസ് ഇറ്റ്. ആ ഇറ്റ് എന്നുള്ളത് അതായത് വേറെ വല്ലവരും അത് ചെയ്യുന്നതിന് മുൻപ്. അത് എന്നതിനെയാണ് നമ്മൾ ഇറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സെന്റൻസിൽ നമുക്ക് സമൺ എൽസ് ഡസ് ഇറ്റ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ സമൺ എൽസ് ഡസ് അങ്ങനെയും പറയാം. ഓക്കെ, അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകണം. ഹിയർ സംവെയർ. ഇറ്റ് ഷുഡ് ബി ഹിയർ സംവെയർ. സംവെയർ പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും. ഇറ്റ് ഷുഡ് ബി ഹിയർ, അത് ഇവിടെ തന്നെ ഉണ്ടാകണം. എവിടെയെങ്കിലും, ഇവിടെ സംവെയർ എവിടെയെങ്കിലും അത് തീർച്ചയായും ഉണ്ടാവും എന്നാണ് പറയുന്നത്. തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. മിസ്റ്റേക്സ് ഹാപ്പൻ ടു എവ്രിവൺ. മിസ്റ്റേക്സ് ഹാപ്പൻ ടു എവ്രിവൺ. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, ഹാപ്പൻ സംഭവിക്കുക, ടു എവ്രിവൺ എല്ലാവർക്കും. മിസ്റ്റേക്സ് ഹാപ്പൻ ടു എവ്രിവൺ. ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു അപ്പോളജൈസ്. നോ നീഡ് ടു അപ്പോളജൈസ്. അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുക. നോ നീഡ് അതിന്റെ ആവശ്യമില്ല. നോ നീഡ് ടു അപ്പോളജൈസ്. അത് വലിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ.
ബിഗ് ഡീൽ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ ഒരു ഇഡിയമാണ്, അതായത് ഒരു ശൈലിയാണ്. ഓക്കെ, ഡീൽ എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് പറയുന്നത് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന അർത്ഥത്തിലാണ്. ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. ഇറ്റ് ഈസ് നോ ബിഗ് ഡീൽ അങ്ങനെ പറയാം. അപ്പോൾ നേരത്തെ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇറ്റ്സ് നോ ബിഗ് ഡീൽ അങ്ങനെയും പറയാം. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, വിട്ടുകള. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, വിട്ടുകള. ദീസ് തിങ്സ് നോർമലി ഹാപ്പൻ, ലീവ് ഇറ്റ്. ദീസ് തിങ്സ് നോർമലി ഹാപ്പൻ, ലീവ് ഇറ്റ്. ദീസ് തിങ്സ് ഈ കാര്യങ്ങൾ നോർമലി ഹാപ്പൻ അതായത് സാധാരണയായി സംഭവിക്കുന്നതാണ്. ലീവ് ഇറ്റ് അത് വിട്ടുകള, അല്ലെങ്കിൽ അത് വിട്ടേക്ക്. വിഷണ്ട ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. വിഷമിക്കണ്ട ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഡോണ്ട് വറി ദിസ് ഇസ് നോട്ട് സച്ച് എ ബിഗ് തിങ്. ഡോണ്ട് വറി അതായത് വിഷമിക്കണ്ട. ദിസ് ഇസ് നോട്ട് സച്ച് എ ബിഗ് തിങ് ഇത് അത്ര വലിയ കാര്യമല്ല. ബിഗ് തിങ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സച്ച് എ ബിഗ് ഇഷ്യൂ. ഇറ്റ് ഈസ് നോട്ട് സച്ച് എ ബിഗ് പ്രോബ്ലം. അപ്പൊ നമുക്ക് ബിഗ് തിങ്, ബിഗ് ഇഷ്യൂ, ബിഗ് പ്രോബ്ലം ഈ 3 വാക്കുകളും നിങ്ങൾക്ക് ഈ സെന്റൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് യാതൊരു പ്രശ്നവുമില്ല, വിഷമിക്കണ്ട. അത് യാതൊരു പ്രശ്നവും ഇല്ല, വിഷമിക്കണ്ട. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. ഡോണ്ട് വറി. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഡോണ്ട് വറി നിങ്ങൾ വിഷമിക്കണ്ട. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. ഡോണ്ട് വറി. അപ്പോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.